ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷിക്കുകയാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡാക്കിയിട്ടുള്ളത് ക്ലീനിങ്ങും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കടലക്കറി ഉണ്ടാക്കുന്നതും പിന്നെ ഓട്ടട ചുടുന്നതും പിന്നെന്താ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടത്. ജൂലൈ 9, 10 തീയതികളിലെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകണ്ടാക്കരുത്. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ തീരെ സബ്സ്ക്രൈബ് ചെയ്താൽ അത് കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അത് ഓൾ എന്ന ഓപ്ഷനും കൂടി അനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ. അപ്പം എല്ലാവർക്കും അറിയുന്നുണ്ടാകും, എന്നാലും പറഞ്ഞത് മാത്രം കേട്ടോ. അപ്പം കടലക്കറി ഇതൊക്കെ എനിക്ക് ഫോൺ മക്കളെ കയ്യിലായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ ഫോൺ കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കിയത് മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത് ഓട്ടടൻ്റെ മാവാണ് കേട്ടോ. ഇത് എങ്ങനെയാ വെച്ചാൽ തലേന്ന് അരച്ചു വെച്ചതായിരുന്നു. അത് കാരണം വെച്ചാൽ കറണ്ട് ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെ അരി വെള്ളത്തിൽ ഇട്ട് വെച്ചത് അതങ്ങനെ വടിയിരുന്നു. അപ്പോൾ അത് തലേന്ന് തന്നെ ഞാൻ അരച്ചു വെച്ചു. പിന്നെ പിറ്റേന്നൊക്കെ ആകുമ്പോഴേക്കും പെട്ടെന്ന് ഒരു വേറെ വാസനയൊക്കെ ഉണ്ടാവില്ലേ, അതുകൊണ്ട് വേറൊരു സ്മെല്ലൊക്കെ ഇരിക്കാറ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരച്ചു വെച്ചിട്ട് അതിക്ക് കുറച്ച് ചോറും കുറച്ച് ഭാഗത്തിന് 1-2 പിടി ഒരു പിടി ചോറും, ഒരു പിടിയല്ല കേട്ടോ, കുറച്ചൊക്കെ ചോറ്, കുറച്ചിട്ട് ബാക്കിയുള്ള ചോറും തേങ്ങയൊക്കെ ചിരകിയാണ്ട് അരച്ചെടുത്തതാണ്ട് തലേന്ന് അരച്ചു. പിന്നെ റൈസ് കുക്കറിലേക്ക് ആക്കി വെച്ചു. അങ്ങനെയാണ് അത്. പിന്നെ പിറ്റേന്ന് ചുട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെയാണ് ഓട്ടൻ്റെ ഇത്. പിന്നെ ഇത് നെയ്ച്ചോറും നമ്മൾ ബീഫ് കറിയാണ് കേട്ടോ. അങ്ങനെ ഇത് ഉച്ചക്കൽക്കുള്ളത്. പിന്നെ ഓട്ടടയിൽ ഉപ്പും ചേർത്തി കൊടുത്തിട്ടുണ്ട്. ആ മാവിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ തലേന്ന് തന്നെ അരച്ച് വെച്ച മാവാകുമ്പോൾ പിറ്റേന്ന് വെള്ളപ്പോ പാലപ്പോ എന്താ വേണമെങ്കിലും അങ്ങനെ പറയട്ടോ. പിന്നെ എൻ്റെ അടുത്ത് മൺചട്ടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ദോശക്കല്ല്, ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ ചുട്ടെടുത്തു കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ പറയാം, പിന്നെ കടലക്കറി ഉണ്ടാക്കിയപ്പോൾ അതിക്ക് എങ്ങനെ വെച്ചാൽ സാധാ വേവിച്ചെടുത്തേക്കന്നെ സാധാ കുക്കറിലിട്ട് ഉപ്പും മുളകും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകപ്പൊടി അങ്ങനെ എല്ലാ മസാലകളും കുരുമുളക് പൊടി വേണമെങ്കിൽ ഇഞ്ചി ഇതൊക്കെ വേണമെങ്കിൽ ഇട്ടെടുക്കട്ടോ. അങ്ങനെ വേവിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് ചിക്കൻ മസാലയും ചേർത്തിട്ടാണ് ഞാനത് വറുത്തെടുത്തത് കേട്ടോ. അതങ്ങനെ എന്താ താളിക്കുന്ന ചട്ടി എടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കടുകുവാണെങ്കിൽ കടുക് ഇട്ടെടുക്കുക. ആവശ്യത്തിനുള്ള കറിവേപ്പില, പിന്നെ എണ്ണയ്ക്ക് തന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ടാണ് ഞാൻ കടലക്കറി ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ മക്കളെ കയ്യിൽ ഫോൺ കിട്ടാത്തത് കൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും അന്ന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ്. പിന്നെ ഇത് പിറ്റേന്ന് 10-ാം തീയതി കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞയക്കുന്നതൊക്കെയാണ് കഴിഞ്ഞത്. രണ്ടാളും വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നേരത്തെ വണ്ടി വരും. എന്നിട്ട് എന്താ 9 മണിക്കും ഇതിന് 9 മണി കഴിഞ്ഞതിന് എപ്പോൾ വേണമെങ്കിലും ആവട്ടെ. പിന്നെ ഉമ്മ അപ്പുറത്ത് എന്താ മുരിങ്ങയിലേക്കൊന്ന് പറിച്ചെടുക്കുന്നതൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. പിന്നെ പുല്ല് പറിക്കുന്നതൊക്കെ ആയിട്ട് ഉമ്മ അങ്ങനെ ചെയ്യാൻ കേട്ടോ. എൻ്റെ അമ്മ പുല്ല് അരിക്കണം, മുറ്റത്തെ പുല്ല്. മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ മുറ്റത്തെ പുല്ലതൊക്കെ പറിക്കട്ടെ. ഒറ്റയ്ക്ക് നോക്കാതെ ഇട്ട് പോവുക. അങ്ങനെ പറിച്ച കാവലുണ്ടാകുമ്പോൾ ഇതിനിങ്ങനെ പോയിട്ട് അങ്ങനെ മുറ്റത്തെ പുല്ല് അരിക്കലും പിന്നെ രീതിയിൽ ഒലപ്പുല്ലും ഇതൊക്കെ പറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒലപ്പുല്ലൊക്കെ പറിച്ചെടുത്ത് എൻ്റെ കയ്യിൽ മുറിയാക്കണ്ടാകാതെ പറഞ്ഞാൽ ഒന്നും കേൾക്കൂല കേട്ടോ. മക്കൾക്കൊക്കെ കണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞാനാണ് ഇന്ന് എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ എന്താ വെച്ചാൽ പിന്നെ തലവേദന അടിച്ച് നോക്കുമ്പോൾ വെള്ളം ഉണ്ടാകുമ്പോൾ അത് തീരാതെ ഞാൻ ടാങ്കക്ക് എടുക്കലില്ല കേട്ടോ. അങ്ങനെ വിചാരിച്ചാൽ നിന്ന് നോക്കുമ്പോൾ എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞ് പിന്നെ വെള്ളം പോയി, കറണ്ടും പോയി. പിന്നെ എനിക്ക് ആകെ വിഷമം കേട്ടോ. അങ്ങനെ തലേന്നത്തെ വെള്ളമൊക്കെ പടം അന്നാന്നുകളിലെ വെള്ളം കഴിഞ്ഞ് എടുത്താലാണ് എനിക്കൊരു സമാധാനം കേട്ടോ. എൻ്റെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ എടുക്കേണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പം. അപ്പം അങ്ങനെ ഞാൻ എന്താണ് മോട്ടറൊക്കെ ഓണാക്കാതെ ഇങ്ങനെ നിന്നിട്ടോ. പിന്നെ കറണ്ട് പോയിക്കൊണ്ട് ആകതായി. പിന്നെ അങ്ങനെ കുറച്ചൊരു ഇതായിട്ട് മക്കളെ പറഞ്ഞേക്കുമ്പോഴൊന്നും കറണ്ടില്ല. നിങ്ങൾക്ക് എന്താ അയൺ ചെയ്യാനൊന്നും കറണ്ട് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ അവർ പറഞ്ഞു വെച്ചുകൊണ്ടൊന്ന് എന്താ മോട്ടർ ഇട്ടീന്ന് എനിക്ക് ചോദിച്ചു. പിന്നെ രണ്ടാമത്തെ വണ്ടി വന്നായിരുന്നൊക്കെ കണ്ടത്. പിന്നെ കുറച്ച് പച്ചക്കറികൾ ഇതൊക്കെ കൂടെ കിട്ടാണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി വെച്ചു. പിന്നെ എന്താ 10-ാം തീയതി നിങ്ങൾ 9-ാം തീയതി കണ്ട നെയ്ച്ചോറും ഇതൊക്കെയാണ്. ബീഫ് കറിയൊക്കെയാണ്. നെയ്ച്ചോറ് ഞാൻ എന്താ എൻ്റെ കയ്യിൽ നെയ്യും തൊന്നും ചെയ്തു കേട്ടോ. നെയ്യൊന്നുമില്ല. അപ്പം ഞാൻ കുക്കർ എടുത്തിട്ട്
അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും പിന്നെ ഒരു സവാള മുഴുവനായിട്ട് എടുത്തിട്ടില്ല, ഒരു സവാളയും പിന്നെ കുറച്ച് ബിരിയാണി മസാല പിന്നെ മജ്ബൂസിൻ്റെ മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് ആ ചിക്കൻ അല്ല ബീഫ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഉള്ളി വാട്ടിക്കാണ്ട് ഇങ്ങനെ വെച്ചാൽ ബീഫല്ല നെയ്ച്ചോർക്ക് കേട്ടോ. എന്താണ് ഉള്ളി വാട്ടിയിട്ട് അതിക്ക് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എന്താ ഈ മജ്ബൂസിൻ്റെ കുറച്ച് ബിരിയാണി മസാലയും ചേർത്തിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം, എനിക്കിവിടെ ഒരു 2.5 നാഴിൻ്റെ ചോറിന് ആവശ്യം. അപ്പോൾ അതിലേക്ക് ഒരു 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഞാൻ കയമ്മിൻ്റെ അരിയിലെ കയമ്മിൻ്റെ നല്ലൊരു വാസന ഇതൊക്കെയാണ്, നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അരി. അപ്പോൾ അത് ഒരു 3 വിസിലടിച്ചതിന് ശേഷം ഞാൻ ഓഫാക്കിയെടുത്ത് പിന്നെ എന്താ നമ്മൾ ചിക്കൻ ബീഫ് കറി ഉണ്ടാക്കി. ഇതെങ്ങനെ വെച്ചാൽ ഇത് പിന്നെ 10 അപ്പം നമുക്ക് അത് ക്ലീനിങ് ഒക്കെയാണ്, അത് നമുക്ക് പറയട്ടോ. കാര്യത്തിലിത് അന്ന് കുക്കിംഗ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ, മക്കളെ കയ്യിൽ ഫോണായതുകൊണ്ട് തന്നെ. എൻ്റെ അടുത്താണെങ്കിൽ ഒരുവിധം പച്ചക്കറികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സവാള വെച്ചിട്ടാണ് ഞാൻ എല്ലാവർക്കും പകുതിയായിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ രാവിലത്തെ കറിക്കൊക്കെ അങ്ങനെ തന്നെ കേട്ടോ, അതിനൊന്ന് എടുത്തിട്ടാണ്. അങ്ങനെ പിന്നെ കറിക്കാകുമ്പോൾ വെളുത്തുള്ളും ചുവന്നുള്ളിയൊക്കെ ഇട്ടുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടോ നമ്മളെ ബീഫ് കറിക്ക്. അങ്ങനെ സവാള എന്താ ആ ലാസ്റ്റ് സവാള പിന്നെ പകുതി അത് പിന്നെ അതോടുകൂടി കഴിഞ്ഞ് പിന്നെ എന്താ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ ഇട്ടിട്ട് എന്താ പിന്നെ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി ആ പേസ്റ്റൊക്കെ ചേർത്തി കൊടുത്തിട്ട് എന്താ പച്ചമുളക് ഉള്ളി തക്കാളി കറിവേപ്പിലൊക്കെ ആ പേസ്റ്റ് ഒക്കെ മിക്സിയിൽ നന്നാക്കി അടിച്ചെടുത്തിട്ട് ഉള്ളിയൊക്കെ ഇട്ട് വാട്ടിയിട്ട് എന്താ പറയുക കുക്കറിലേക്ക് ഒരു ഉള്ളി ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് പിന്നെ അത് ഉള്ളിയൊക്കെ ഇട്ട് വാട്ടിയിട്ടാണെങ്കിൽ തക്കാളി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് കുരുമുളക് പിന്നെ ഇഞ്ചി ഉണ്ടെങ്കിൽ ആ ഒരു ഇഞ്ചിൻ്റെ ഇതും കൂടി ചേർത്തിട്ടില്ല, ആ പേസ്റ്റ് കൂടി ഇട്ടെടുത്തിട്ട് പിന്നെ ചിക്കൻ തന്നെ തൊള്ളിന്ന് വരുന്നുള്ളൂ. അപ്പോൾ ആ ബീഫ് അതിക്ക് ഇട്ടെടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ബീഫും കൂടി അതിക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് കുറച്ച് നാൾ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്തിട്ട് പിന്നെ ഏതൊക്കെ മസാലകളാ വെച്ചാൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പെരുംജീരകപ്പൊടി അങ്ങനെ എല്ലാ മസാലകളും ബീഫും തന്നെ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു 4-5 വിസിലടിച്ചതിന് ശേഷം നമുക്ക് നെയ്ച്ചോറും കറിയൊക്കെ കുട്ടി കഴിച്ചിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. കയമ്മിൻ്റെ അരി ആയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു അണ്ടിപ്പരിപ്പ് ഇതൊക്കെ കടിക്കുന്ന മാതിരിയുണ്ട്. വേറെ ഒന്നും ഞാൻ എനിക്ക് ചേർത്തിട്ടില്ല. ഈ മജ്ബൂസിൻ്റെ എന്താ ബിരിയാണി മസാല മാത്രമാണ് എനിക്ക് ചേർത്തി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആണ് അന്നത്തെ കാര്യങ്ങൾ. പിന്നെ അത് ജൂലൈ 10-ാം തീയതി അതായത് വെള്ളിയാഴ്ച ദിവസങ്ങളിലത്തെ കാര്യങ്ങളാട്ടോ. അപ്പം അങ്ങനെ മക്കളേക്ക് സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് ബാക്കി വേറൊന്നുമില്ല. കുറച്ചു നേരം ഞാൻ അധികം വീഡിയോ എഡിറ്റിംഗ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അവർ പോയി പറഞ്ഞയച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരമൊക്കെ ഒന്ന് കിടക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഇതാക്കി കൊടുക്കുകയും എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുകയോ അങ്ങനെയൊക്കെ ആവും. അതിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോകും. അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ അതിനൊന്നും നിന്നില്ല കേട്ടോ. ഇന്നലെ പിന്നെ എന്താ പറയുക ഈ ഒരു ഇത് തുടച്ചിട്ടില്ല പെരുമഴ കാരണം ആയതുകൊണ്ട് തന്നെ, പെരുമഴയല്ല അങ്ങനെ മഴയൊന്നുമില്ലേനും അങ്ങനെ ഇപ്പം എന്താ പറയുക അതിന് കൂടിയിട്ടില്ലേനും എന്തൊരു കാരണം കൊണ്ട് ഇതായി. അപ്പം അങ്ങനെ ഈ ഒരു അകം തുടക്കലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഇവിടെ നിന്നുകൊണ്ട് തുടച്ച് വെട്ടേ വിചാരിച്ചിട്ടോ. അങ്ങനെയാണ്. അപ്പം നമ്മളെ അരത്തുണ്ട് അരിക്കോരായി എന്നൊക്കെ പറയില്ല, അതാണ് ഇത് തുടച്ചെടുക്കുന്നത്. അപ്പം നമ്മളെ തുടക്കലൊക്കെ അകം തുടക്കലും തറ തുടക്കലൊക്കെ ആദ്യം തന്നെ കഴിച്ച് കണ്ട് ഞാൻ ഇത് അവസാനമായിട്ട് തുടക്കണം കേട്ടോ. ഈ ഒരു അരിക്കോരായിക്ക് തുടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്കിൻ്റെ കാര്യമല്ലേ. എന്താ വെച്ചാൽ ഒരു റൂം തുടക്കുന്നതിലേറെ പണിയാണിത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു അരിക്കൊലായി ഒന്നും വലിയൊരു ഇത് ഇല്ല കേട്ടോ. പക്ഷെ ഇതില്ലെങ്കിലും ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ ഒരു വീടിനനുസരിച്ച് ഇതില്ലെങ്കിലും ബുദ്ധിമുട്ടാണ്. പഴയ വീടായതുകൊണ്ട് പിന്നെ ഇതൊക്കെ അത്യന്താപേക്ഷിതമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഇനി വീടെടുക്കുക. അങ്ങനെ അകം തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് പുറത്തുള്ളതാണ്ട് ഇങ്ങനെ അരിക്കൊലായിക്ക് തുടക്കുന്നതാണ്ട് വീടെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വന്നത്. അങ്ങനെ ഈ ഒരു കൊലായി തുടക്കലും കഴിഞ്ഞു. ഇനിയിപ്പോൾ വണ്ടിയിൽ ചാർജ് കുത്തിവെച്ചാലും ഫുള്ളാവില്ല കേട്ടോ. ഫുള്ളാവില്ല. ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ലേനു. അങ്ങനെ കംപ്ലീറ്റ് ചാർജ് ഞാൻ എത്ര ശതമാനത്തിൽ കുത്തിവെച്ചാലും ചാർജ് കംപ്ലീറ്റ് എപ്പോൾ വന്ന് നോക്കിയാലും കുത്തിവെച്ചാൽ അങ്ങനെയിട്ട് ഒരു 40% ചാർജ് കംപ്ലീറ്റ് എന്നുള്ളത്. മറ്റേത് ആദ്യം എനിക്ക് 100-150 കിട്ടിയൊരു വണ്ടീനെ കേട്ടോ. അപ്പം അങ്ങനെയല്ല. പിന്നെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത് ഇതാക്കി നോക്കുമ്പോൾ പിന്നെ അങ്ങനെ ശരിയായിട്ടോ. അങ്ങനെ അല്ലാതെ പിന്നെ ശരിക്കും ചാർജിങ്ങിൽ തന്നെ കാണിച്ചു. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയൊക്കെ കേട്ടോ എങ്ങനെ എത്രമാത്രം ചാർജ് ആയി എന്നുള്ളത്. അപ്പോൾ പിന്നെ 100% ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും 100-ൽ ഫുള്ളായിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ അതപ്പോൾ ഫുള്ളായാലും പിന്നെ അത് ഓഫാക്കി പോന്നു കേട്ടോ.
ഇപ്പോൾ എന്താ ഞാൻ ഓഫാക്കിയ എത്ര നോക്കിയിട്ടുള്ളൂ കേട്ടോ, പിന്നെ ഓഫാക്കിയിട്ടില്ല. അപ്പം അങ്ങനെ 92% ചാർജ് ആയിട്ടുള്ളൂ. അപ്പോൾ അത് കിടക്കട്ടെ, നമ്മൾ എല്ലാ പണിയും കഴിയുമ്പോഴേക്ക് ചാർജ് ഫുൾ ആയിക്കോളും. അങ്ങനെ നമ്മൾ എന്താ ഇതൊക്കെ ക്ലീനിങ്ങും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി എന്താ നമ്മൾക്ക് എന്താ മഫ് വാഷ് ചെയ്യണം. മഫു പിന്നെ നമ്മളെ കൗണ്ടർ ടോപ്പ് തുടച്ചിന്, പുറത്തെ അടുപ്പ് ഇതൊക്കെ തുടച്ചിന്, അതൊക്കെ ശീലം ഇതൊക്കെ എന്നാണ്ട് വാഷ് ചെയ്ത് ഇടാനുണ്ട്. അപ്പോൾ ഇത് ഞാൻ കഴുകി എന്താ വാഷ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് ഒലിമ്പാണ്, എനിക്ക് നന്നാക്കി കഴുകി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും വീഡിയോയിലില്ല എന്ന് മാത്രമുള്ളൂ കേട്ടോ. അതൊന്നും വാഷ് ചെയ്യുന്നിടത്താണെങ്കിൽ ടേപ്പില്ല. ഇവിടെ നിന്നാണ്ട് കഴുകാനും അല്ലാതെ അടിച്ച് കഴുകാനൊന്നും പറ്റില്ല കേട്ടോ. എന്താ അടിച്ച് വാഷ് ചെയ്യാനൊന്നും പറ്റില്ല, കുറച്ച് അപ്പുറത്താണ് ഒന്ന് വാഷ് ചെയ്ത് പോരണമെങ്കിൽ. അപ്പോൾ അവിടെ നിന്ന് വാഷ് ചെയ്ത് പോന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് വന്നാണ്ട് നന്നാക്കി വൃത്തിയാക്കിയാണ്ട് കഴുകി തോരക്കിടാണ് കേട്ടോ. അപ്പം ഇനി ബാക്കി പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒക്കെ തുടച്ച കഷ്ണമൊക്കെ എന്താ നന്നാക്കി മുറുക്കി പിഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഈ ഒരു കൗണ്ടർ ടോപ്പും അകത്തെ കൗണ്ടർ ടോപ്പുമൊക്കെ തന്നെ ഇടുകയാണ്. അങ്ങനെ അത് അവിടെ പിന്നെ എപ്പോഴും ഒരു ശീല ആവശ്യമുണ്ട് കേട്ടോ, എനിക്കത് എപ്പോഴും കയ്യിൽ വേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇനിയിപ്പോൾ എന്താ പറയേണ്ടത് വെച്ചാൽ അങ്ങനെ നമ്മൾ ക്ലീനാക്കലും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉച്ചക്കത്തെ ഫുഡും ഇതൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാര്യമായിട്ട് എനിക്ക് കുക്ക് ചെയ്യാനൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയത് മുഴുവൻ എന്താ വ്യാഴാഴ്ച കിട്ടിയെന്നല്ലാതെ കുക്കിംഗ് തന്നെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ വീഡിയോ എടുക്കലൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ഇതില്ല. അങ്ങനെ ഇനിയിപ്പോൾ എന്താ മോനെ വണ്ടി കാത്തിക്കട്ടോ, ഇന്നാണെങ്കിൽ പെരുമഴയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി വരുന്നതൊക്കെ കാത്തിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ വണ്ടിൻ്റെ ഒരു സൗണ്ട് കേട്ട മാത്രമേ. അപ്പോൾ ഞാൻ എന്തെങ്കിലും വൈകുന്നേരം മക്കൾ വരുമ്പോഴേക്ക് ചായക്കറി ഉണ്ടാക്കാമെന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന, ഉണ്ടാക്കാനുള്ള ടൈമുണ്ടോ എന്ന് വിചാരിച്ച് കുറച്ച് നേരം ഞാൻ ഇവിടെ നിന്ന് കടന്നിന് കേട്ടോ. അതിൽ പിന്നെ ആ ഒരു വണ്ടിൻ്റെ ഒരു സൗണ്ട് കേട്ടുകൊണ്ട് അതിന് പെട്ടെന്ന് ഞാൻ ഓടിച്ചെന്നതാണ്. അപ്പോൾ വണ്ടി അല്ല പോയിട്ടില്ല. അങ്ങനെ ഓടിച്ചെന്നെങ്കിൽ മയിലിനെ കണ്ടു. അപ്പോൾ മയിലിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ ഇതാ വിളിച്ചും കൂട്ടി അന്ന് ക്യാമറ കാണാക്കുമ്പോഴേക്കും വല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ജിതുമോനും വന്നു, രണ്ടാളും നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതാ പിന്നെ മോള് 5 മണിക്കാണ് സാധാരണ എത്താറുണ്ട്, ഓളും നേരത്തെ എത്തിയിട്ടുണ്ട്. പെരുമാറ കാരണം തന്നെ നേരത്തെ വിട്ടതാവും. അങ്ങനെ ജിതുമോനും അങ്ങനെ കുറച്ച് വരുന്നവർ നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കില്ലേ എന്താ ഗോതമ്പ് ദോശ ഞാൻ ചുട്ടെടുക്കണ്ട. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് പൊടി ഒരു അളവും കാര്യങ്ങളും കേട്ടോ, ഒരു സുമാറ് അളവിൽ ഞാൻ ഈ ഗോതമ്പ് പൊടി ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് എന്ത് വേണം ആവശ്യത്തിനില്ല തേങ്ങയും കുറച്ച് ചോറും പിന്നെന്താ കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ചേർത്തി കൊടുക്കുക. പിന്നെ എന്താ ഒരു ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കട്ടെ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നല്ല ജീരകം ഇടണമെങ്കിൽ അങ്ങനെ ആവട്ടെ. അതിലേക്ക് ഞാൻ നല്ല ജീരകം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. തലേന്ന് ഞാൻ നല്ല ജീരകം ഇട്ട് കണ്ട് ദൂരം ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ അത് വേണ്ട വിചാരിച്ചു. അപ്പം ഒന്നൊരു വെറൈറ്റി ആവട്ടെ വിചാരിച്ചു. ഒന്നും ഒരേ മാതിരി ആയാൽ ഇതാവും. ഇനി ഇതിലേക്ക് മുട്ട വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ ചേർത്ത് കൊടുക്കട്ടെ. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഞാനതൊന്ന് അരച്ചൊന്ന് കൊണ്ടിട്ടോ. രാവിലത്തെ ചോറൊക്കെ പിന്നെ രാവിലെ തന്നെ ആകും കേട്ടോ. പിന്നെ മക്കൾ പോകാനുള്ളതുകൊണ്ട് അപ്പോൾ ചോറ് ഞാൻ ആക്കി പിന്നെ അവർക്ക് കൂട്ടാനും ഇതൊക്കെ അവർക്ക് ആക്കി കൊടുത്ത് സ്നാക്സ് ആക്കിയിട്ടോ ആക്കി കൊടുക്കണം. അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം പറഞ്ഞേച്ചിട്ട് കുറച്ച് നേരം അവർ ഒഴിവുണ്ടാവും. ആ ഇതിലാണ് പിന്നെ ഞാൻ ഇങ്ങനെ ക്ലീൻ ആക്കുന്നതിൻ്റെ ഇടയിൽ എന്താ കറി എന്താ ഉപ്പേരിയൊക്കെ പിന്നെ ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാ പറഞ്ഞു വന്നത് കേട്ടോ. അങ്ങനെ മറ്റത് പിന്നെ എനിക്ക് നമ്മളെ കിച്ചണിലേക്ക് വന്നാൽ നേരം വീക്കും. അപ്പോൾ ഈ ക്ലീൻ ആക്കലൊന്നും നടക്കൂല വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്നാണെങ്കിൽ ചായക്കറിയോ എന്തിനും നമ്മൾ സാധാരണ നീർദോശയും ചെറുപയറിൻ്റെ കറിയൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊന്നും വീഡിയോയിൽ രാവിലെ തന്നെ കുറച്ച് നേരം മക്കൾ ഫോൺ കാണും അങ്ങനെ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഗോതമ്പ് ദോശൻ്റെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് കുറഞ്ഞ എന്താണ് ടൈറ്റ് ഉണ്ടെങ്കിൽ ഇതൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പം ഇതിനോട് ഇങ്ങനെ ആക്കിയിട്ട് കുറേ ഇതാക്കിയിട്ടൊന്നും ലൂസ് ആയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ അത് തന്നെ കുറച്ച് ടൈറ്റിലാണ് അരച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സിക്ക് കുറച്ച് അരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇത് പാകാക്കി ഇതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിങ്ങനെ ഒഴിച്ചാക്കിയിട്ട് പാകാകുന്നത് വരെ ഇതിങ്ങനെ വെള്ളം ചേർത്തി കൊടുക്കണം. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ, അതൊക്കെ ചേർത്തി കൊടുക്കണം. അത് ഞാൻ എല്ലാം ഐറ്റനെ ചേർത്തതാണല്ലോ. അപ്പോൾ അത് കുറച്ച് ഞാൻ പിന്നെയും കുറച്ച് പൊടി കൂട്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കട്ടെ. നമ്മൾ സാധാ ദോശക്കല്ലിൽ ചുട്ടെടുക്കാൻ നോൺ സ്റ്റിക്കിൻ്റെ കല്ലിലാണെങ്കിൽ നോൺ സ്റ്റിക്ക് ആയാലും മതി. അപ്പോൾ ഉപ്പ് കുറവുണ്ടായപ്പോൾ ഞാൻ ഉപ്പിട്ടെടുക്കണം. അപ്പോൾ മക്കളാണെങ്കിൽ ഫോണിന് തന്നെ വന്നാൽ എനിക്കൊരു സൗകര്യം ഉണ്ടാവില്ല, തിരക്ക് കൂട്ടി തുടങ്ങി. ജിതുമോനാണെങ്കിൽ അതിൽ അതിൻ്റെ അതിൽ തന്നെ ജിതുമോന് എന്താ ഓർഷറിഞ്ഞപ്പോൾ എന്തോ കയ്യിനും എന്താ മുറിയായി എന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ്ട് അവൻ അറിഞ്ഞും ചെയ്തു. ആരോ ഒന്ന് ഡോറടിച്ചിട്ടുണ്ട് എൻ്റെ എന്താ വരലില്ല എന്നൊക്കെ പറയില്ല, അതിന് ചെറുതായിട്ടൊരു ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ബ്ലഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പഞ്ഞൊക്കെ എടുത്ത് തുടച്ചു കൊടുത്തു. അങ്ങനെ മാറൂല. അപ്പോൾ അങ്ങനെ
അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കിച്ചണിലേക്ക് വന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നൊക്കെ വന്നിട്ടാണ് ഇങ്ങനെ കരിയുന്നു അത് വരുത്താണ്ട് പിന്നെ അതന്നെ ഒന്ന് വന്നിട്ടൊന്ന് ഒപ്പാനൊന്നും അയച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഓൻ തന്നെ ഉണ്ട് എന്താണ് ഒപ്പിയൊക്കെ എടുത്ത് റെഡിയാക്കിട്ടോ. അപ്പോൾ പിന്നെ മോള് സ്കൂളിൽ തന്നപ്പോൾ 2 മുട്ടായി ഉണ്ടായിരുന്നു, അങ്ങനെ അതിന് കൊടുത്തിട്ടു. അപ്പോൾ അവൻ്റെ സൗണ്ടൊക്കെ പിന്നെ മുട്ടായി കിട്ടിയെന്ന് മാറിയിട്ടു. അങ്ങനെ പിന്നെ സാധാ മാത്രമേ കുറേയൊക്കെ അഭിനയം ഉണ്ടാകും, കുറച്ച് വേദനയുണ്ട്, എന്നാലും അധികം സങ്കടമൊക്കെ ആയി കരയുന്നുണ്ട്. അങ്ങനെ കേട്ടോ. ഇതാ അപ്പം നമ്മൾ ഓരോ ദോശ ചുട്ടെടുക്കാം. ഗോതമ്പ് ദോശയൊക്കെ അങ്ങനെ ചുട്ടെടുക്കേണ്ടത് വലിയ ഒരു ഇതൊന്നും ഇല്ലെങ്കിലും ഇതിലേക്ക് കുറച്ച് പഴമോ മുട്ടയൊക്കെ ചേർത്തി കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നാവും കേട്ടോ. പിന്നെ റവ വേണമെങ്കിൽ റവയൊക്കെ ചേർത്തി കൊടുക്കുക, ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇത് എനിക്ക് കഴിച്ചിട്ടായിട്ട് എനിക്ക് ഇതൊരു സുഖമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ നെയ്യും പഞ്ചസാരയൊക്കെ ചേർത്തിട്ടാണെങ്കിൽ ഒന്നും കൂടി റെഡിയാവും, കഴിച്ചാൽ റെഡിയാവും. പിന്നെ പഞ്ചസാര ഉള്ളതുകൊണ്ട് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെയ്യ് വേണമെങ്കിൽ നെയ്യൊക്കെ ഒഴിച്ചെടുത്ത് നെയ്യ് ചുടുമ്പോൾ നെയ്യ് ഒഴിച്ചെടുത്തുകൊണ്ട് ആ റെഡിക്ക് ഒഴിച്ചെടുത്തുകൊണ്ട് ചേർത്ത് ചേർക്കും. അത് എൻ്റെ അടുത്ത് ഇപ്പോൾ ആ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ അടുത്ത പരിപാടി ആവുമ്പോൾ നോക്കാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് ചാനൽ കണ്ടവരും പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ അത് ഓൾറെഡി ഓപ്ഷനും കൂടി അനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഇങ്ങനെ വന്നോളും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യാൻ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കും. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ, താങ്ക് യു.